നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടക്കുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. കേരള, കണ്ണൂർ സാങ്കേതിക സർവകലാശാലകൾ, അഫിലിയേറ്റഡ് കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ദിനാചരണം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിലെ കോളേജുകളിൽ ദിനാചരണം നടത്തരുത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സിയും ഗവർണർ സർക്കാർ പോരും ഒരു ഭാഗത്തുണ്ടല്ലോ, അതിന്റെ ഒരു ബാക്കിപത്രം എന്നുകൂടി ഈ നിർദ്ദേശത്തെ വിശേഷിപ്പിക്കാമല്ലോ. എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് അലക്സ്? ഗുഡ് മോർണിംഗ്. ഉന്മേഷ്, ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ തലേ ദിവസം ഇന്ത്യ പാക് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന്, അതായത് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് നൽകുകയായിരുന്നു, വൈസ് ചാൻസലർമാർക്ക് നൽകുകയായിരുന്നു. അത് ഏതൊക്കെ സർവകലാശാലകളിൽ, ഏതൊക്കെ കോളേജുകളിൽ ഇന്ന് നടപ്പിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ആകാംക്ഷയായി രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. കാരണം ഈ തീരുമാനത്തിനെതിരെ, ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സർക്കാരും CPM രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിനെ രൂക്ഷമായി വിമർശിക്കുകയും ഇതിൽ നിന്ന് ഈ നടപടിയിൽ സർവകലാശാലകൾ പങ്കെടുക്കില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതിനെതിരെ രംഗത്തെത്തിയത് കണ്ടതാണ്. SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ഏതെങ്കിലും ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കുകയാണെങ്കിൽ അത് തടയും, അത് പ്രതിഷേധിക്കുമെന്ന് അവരും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏത് ക്യാമ്പസിൽ, ഏത് കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട വിഭജന ഭീതി ദിനം ആചരിക്കപ്പെടും എന്നുള്ളതാണ്. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്, സർക്കാർ കോളേജുകളിൽ അത്തരത്തിലൊരു പരിപാടിക്കൊന്നും സാധ്യതയില്ല. കാരണം അത്ര തന്നെ ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ R. ബിന്ദു കഴിഞ്ഞ ദിവസം വകുപ്പിന് നൽകി, ഇന്നലെ രാത്രിയോടുകൂടി വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. സർക്കാർ കോളേജുകളിൽ എന്താണെങ്കിലും ആ പരിപാടി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ BJP അഫിലിയേറ്റഡ് മാനേജ്മെന്റുകൾ ഭരിക്കുന്ന കോളേജുകളൊപ്പം ABVPക്ക് മുൻതൂക്കമുള്ള കോളേജുകളിൽ ഒരുപക്ഷെ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആചരിക്കുകയാണെങ്കിൽ അത് തടയും എന്ന് SFIയും KSUവും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ രൂക്ഷമായ ഒരു സാഹചര്യം, പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായി കേരള സർവകലാശാല, കണ്ണൂർ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട താഴെ തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. കോളേജുകളിൽ ഇത്തരത്തിൽ നാടകങ്ങളോ സെമിനാറുകളോ പ്രഭാഷണങ്ങളോ ഒക്കെ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സർവകലാശാലകളാണ്. അത് എത്ര കണ്ട് പാലിക്കപ്പെടും എന്നുള്ള കാര്യം കണ്ടറിയണം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അക്കാദമിക വിഷയമല്ല. അതായത് ഭാരതാംബ വിവാദത്തിന് പിന്നാലെ അക്കാദമിക വിഷയമല്ലാത്തൊരു വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് രാജ്ഭവനിലും ഇന്ന് വിഭജന ഭീതി ദിനം ആചരിക്കും. വിഭജന ഭീതി ദിനത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന ചിത്രപ്രദർശനം നടത്താനാണ് തീരുമാനം. തമിഴ്നാട് ഗവർണർ RN രവി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷവും പരിപാടി നടത്തിയിരുന്നു. പരിപാടിക്കെതിരെ DMK അടക്കമുള്ള പാർട്ടികൾ വിമർശനമുയർത്തിയിട്ടുണ്ട്. ഗവർണറുടെ പ്രസംഗത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടാകാനാണ് സാധ്യത. രജനീകാന്ത്, ലോകേഷ് കനകരാജ് ചിത്രമായ കൂലി റിലീസായി. പുലർച്ചെ തന്നെ കേരളത്തിലും കർണാടകയിലും ഷോ ആരംഭിച്ചു. രാവിലെ 9 മണിക്കാണ് തമിഴ്നാട്ടിലെ ആദ്യ ഷോ. അഭിനയ ജീവിതത്തിൽ 50 കൊല്ലം പൂർത്തിയാക്കിയ രജനി നായകനാകുന്ന 171 ചിത്രമാണിത്. അമീർ ഖാൻ, പൂജ ഹെഗ്ഡെ, നാഗാർജുന, ഉപേന്ദ്ര റാവു, സത്യരാജ്, സൗബിൻ, ശ്രുതി ഹാസൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. റെക്കോർഡ് ബുക്കിംഗ് ആണ് ചിത്രം നേടിയിരിക്കുന്നത്. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ശ്രീജിത് ശ്രീകുമാർ പാലക്കാട് നിന്നും YS അഭിനന്ദ് കൊച്ചിയിൽ നിന്നുമുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അരനൂറ്റാണ്ട് പിന്നിടുന്ന സ്റ്റൈൽ മന്നൻ, ഒരുപാട് അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ദേവ തിയേറ്ററുകൾ ഇളക്കി മറിക്കുമോ? തീർച്ചയായും ഉറപ്പായും ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ് ക്രിസ്റ്റീന. ഒരു സംശയവും വേണ്ട. തമിഴ്നാട്, കോയമ്പത്തൂർ, പഴനി അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ ചേട്ടാ പടം തുടങ്ങിയ
കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. കണ്ടില്ല, വന്നിട്ട് പറയാം. തീർച്ചയായും അതാണ് തിയേറ്ററിനകത്തേക്ക് ആളുകൾ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. 2 മിനിറ്റ് വൈകിയതിന്റെ വിഷമമൊക്കെ അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും പടം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തിയേറ്ററിനകത്താണുള്ളത്. നിറയെ ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ആണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും നിറഞ്ഞ സദസ്സാണ്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവിടെ തന്നെയുണ്ട്. സൗബിൻ നമ്മുടെ മലയാളികളുടെ സ്വന്തം സൗബിൻ അഭിനയിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. നാഗാർജുന അടക്കം, അതുപോലെ തന്നെ കമലഹാസന്റെ മകൾ ശ്രീഹാസൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ അത് ആ ഒരു രംഗമായിരുന്നു കണ്ടത്. എന്തായാലും നമുക്ക് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അവരെ നമ്മൾ അധിക സമയം ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. നിറഞ്ഞ പ്രേക്ഷകരാണ്, രജനീകാന്തിൻ്റെ സ്വന്തം ആരാധകരാണ്. സ്വാഭാവികമായി അവർക്ക് ആ സിനിമയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പാലക്കാടാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്ക് മാത്രമാണ് റിലീസെങ്കിൽ കേരളത്തിൽ അതല്ല, 6 മണിക്ക് തന്നെ ഇവിടെ പാലഭിഷേകവും കുട്ടും കുരവയുമായി കുറേ ആളുകൾ ഉണ്ടായിരുന്നു. നിറഞ്ഞ സദസ്സാണ്. പ്രിയദർശിനി, പ്രിയ അടക്കം, അരോമ അടക്കമുള്ള മുഴുവൻ തിയേറ്ററുകളിലും ഇപ്പോൾ ആ ഷോ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കയ്യടി, രജനീകാന്തിൻ്റെ സീൻ വരുന്ന ഒരു സമയമാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത്. എന്തായാലും കൂലി പൊളിക്കും എന്ന കാര്യത്തിൽ രജനീകാന്തിൻ്റെ ആരാധകർക്ക് യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ 50 വർഷം നീണ്ട ആ ഒരു സിനിമാ ജീവിതത്തിലെ ഈ ഘട്ടത്തിലെ അവസാനമായി ഇറങ്ങുന്ന ഈ ചിത്രം അത് കാണാൻ വേണ്ടി പ്രേക്ഷകർ തയ്യാറെടുത്ത് അവർ തിയേറ്ററിനകത്ത് ഇരിക്കുകയാണ്. ക്രിസ്റ്റീന, ഉന്മേഷം. ഇപ്പോൾ ഒരു ആരാധകന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ് ഇനി. സൂപ്പർ സ്റ്റാറിന്റെ പടം അടിപൊളിയായി വരും, ഉറപ്പാ. റെയിൽവേ കോളനി എല്ലാ തവണയും വരാറുണ്ടോ ഇതുപോലെ? പഴനിന്ന് വന്നാണ്. മലയാളം അറിയാം, തമിഴ് അറിയാം, നന്നായി എല്ലാം അറിയാം. പ്രതീക്ഷയുണ്ട് അല്ലേ? അടിപൊളിയാവും. അതാണ്ടോ പ്രതീക്ഷയുണ്ടോ? പൊളിക്കും. എത്ര കാലമായി രജനീകാന്തിന്റെ സിനിമ കാണാൻ തുടങ്ങിയിട്ട്? ഉറപ്പ്. YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്തൊക്കെയാണ് കൊച്ചിയിലെ കാഴ്ചകൾ? അഭിനന്ദ്. ഉന്മേഷ്, കൊച്ചി ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററാണുള്ളത്. ഇവിടെയാണ് കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയത്. ഇവിടെ 4 സ്ക്രീനുകളാണുള്ളത്. ഈ 4 സ്ക്രീനുകളിലും ഇന്ന് കൂലിയായിരിക്കും പ്രദർശനത്തിനെത്തുക. രാവിലെ മുതൽ തന്നെ താരങ്ങളൊക്കെ ഇവിടെ സിനിമ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സരയുവിൻ്റെയും ഗോവിന്ദ പത്മസൂരിയുടെയും ബാലയുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഈ സമൂഹ മാധ്യമത്തിലടക്കം ആദ്യഘട്ടത്തിലൊക്കെ ഈ ഓഡിയോ ലോഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട താരങ്ങളുടെയൊക്കെ വേഷം, ഒപ്പം തന്നെ താരങ്ങളുടെ പ്രതിഫലം ഒക്കെ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കൂലി. അപ്പോഴത്തെ LCU ആകുമോ? ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് 50 വർഷം പിന്നിടുന്ന രജനീകാന്തിന്റെ ചിത്രം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായാണ് രാവിലെ ഇവിടേക്ക് എത്തുന്നത്. കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പോയിട്ടുള്ള ഒരു തിയേറ്ററുകളിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫാൻ ഷോ അടക്കം ഇവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം. എന്നാലും ഇപ്പോൾ ചിത്രം റിലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. മറ്റൊരു കൗതുക കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. രജനീകാന്തിൻ്റെ വേഷമൊക്കെ അതുപോലെ തന്നെ ഇട്ട് രജനീകാന്തിൻ്റെ സ്റ്റൈലിൽ തന്നെ ഒരു കോഴിക്കോട് സ്വദേശി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഭയങ്കര വൈബായിട്ട് നിൽക്കുകയാണല്ലേ? അതെ, ഭയങ്കര എക്സ്പെക്ടേഷനാണ് പടത്തെ കുറിച്ചിട്ട്. ലോകേഷ് കനകരാജ് പുള്ളി LCU ആണോ എന്നുള്ളൊരു ഡൗട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം. പ്രധാനമായിട്ട് നമ്മുടെ സൗബിനൊക്കെ ഇതിനകത്തുണ്ട്, ഒരു വൻ താരനിരയുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെയൊക്കെ മാസ്മരി പ്രകടനം ഉണ്ടാവും. അമീർ ഖാൻ, സൗബിൻ ഖാൻ മലയാളത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. അതിനെയാണ് ഉന്മേഷ് പറയുന്നത്. സൗബിനുണ്ട്, നാഗാർജുന, അമീർ ഖാൻ, രജനീകാന്ത് എല്ലാവരും കൂടി ഒരുമിക്കുന്ന ഒരു ചിത്രം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിന് വലിയ പ്രചാരം ഇതിലൂടെ തന്നെ സമൂഹ മാധ്യമത്തിലടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ അലയൊലികൾ യഥാർത്ഥത്തിൽ കൊച്ചിയിലുമുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ നടന്നിരുന്നു. ഇന്ന് രാവിലെയും ഫാൻ ഷോ ഇവിടെ സംഘടിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ റിലീസ് ആരംഭിച്ചതിന് പിന്നാലെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഉന്മേഷ്, ക്രിസ്റ്റീന.
കൊച്ചിയിലെ ആരാധകരുടെ പ്രതികരണത്തിലേക്ക് കൂടി. എത്ര മണിക്ക് എത്തി? ഞങ്ങളൊരു 5 മണി 5:15 എത്തി. പടം 100 കോടി ഉറപ്പ്. 100 കോടി ഉറപ്പ്. 100 കോടി ഉറപ്പ്. ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ആവേശം ആണ് ഇപ്പോൾ കണ്ടത്. എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ ഗോവിന്ദ് പത്മസൂര്യ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു സിനിമ ആവട്ടെ, കാരണം ഇത്രയും ആൾക്കാർ ഇത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാം സോൾഡ് ഔട്ടായി, എല്ലാം രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ ആർജവത്തോട് കൂടിയിട്ട് വന്നിട്ട് സിനിമ കാണുമ്പോൾ അതൊരു റിസൾട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. നല്ല നല്ല എക്സൈറ്റ്മെന്റിലാണ്. സിനിമ ഗംഭീരമാണെങ്കിൽ ഇതൊരു നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി മാറും. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹൈ എക്സ്പെക്ടേഷൻ തന്നെയാണ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ. ഒരു രജനി സാർ ഫാൻ എന്നുള്ള രീതിയിൽ സന്തോഷമുണ്ട്. പിന്നെ സിനിമ ആഘോഷിക്കപ്പെടുന്ന കാണുമ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മുടെ സൗമിനിക്ക് ഉൾപ്പെടെ അതും ഒരു നമുക്ക് മലയാളി എന്നുള്ള രീതിയിലൊരു സന്തോഷം. തലൈവർ രജനീകാന്തിന്റെ കൂലി സിനിമയ്ക്ക് സൗദിയിൽ ആവേശകരമായ വരവേൽപ്പ്. ജിദ്ദയിൽ നടന്ന ഫാൻസ് ഷോ കാണാൻ നൂറുകണക്കിന് ആരാധകരെത്തി. ചെണ്ടകുട്ടിയും നൃത്തം ചെയ്തും മധുരം വിതരണം ചെയ്തുമാണ് ആരാധകർ ആദ്യ ഷോയെ വരവേറ്റത്. ഇന്ത്യയിൽ ഷോ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സൗദിയിൽ ഷോ ആരംഭിച്ചിരുന്നു. നമ്മുടെ സൗദി അറേബ്യയിലെ ഫാൻ ഷോ, രജനീകാന്തിന്റെ ഫാൻ ഷോ ജിദ്ദയിൽ മാത്രമാണ് നടക്കുന്നത്. വേറെ ഒരു സ്ഥലത്തും നമ്മുടെ ഈ ഫാൻ ഷോ, രജനീകാന്തിന്റെ കൂലി ഫാൻ ഷോ നടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെക്കാളും മുൻ സമയത്ത് ഇന്നിവിടെ 1:30 മണിക്കാണെങ്കിൽ ജിദ്ദയിൽ രാവിലെ 6 മണിക്കാണ് ഫസ്റ്റ് ഷോ. സോ ജിദ്ദയെക്കാളും മുമ്പ്, ഇന്ത്യയിൽ കാണുന്ന സമയത്തെക്കാളും മുമ്പ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ജിദ്ദ വൈബ്സ് ആണ് ഇതിന്റെ കൂടെ. അടിപൊളി, എല്ലാവരും ഹാപ്പിയാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. കോഴിക്കോട് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി. അസം സ്വദേശി പ്രസൻജിത്താണ് പിടിയിലായത്. ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് പോക്സോ കേസ് പ്രതി ചാടിപ്പോയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഗുഡ് മോർണിംഗ്. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. വാർത്തയുടെ വിശദാംശങ്ങൾ എന്നത്, പ്രതിയെ ഇന്ന് പുലർച്ചെ പിടികൂടിയിട്ടുണ്ട്. ഫറോക്ക് ചന്ത സ്കൂളിന്റെ ശുചിമുറിയുടെ സൈഡിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് ഇത്തരത്തിൽ സ്റ്റേഷനിൽ വെച്ച് കയ്യാമത്തോടുകൂടി ഈ പ്രതി ചാടിപ്പോയത്. സ്റ്റേഷന്റെ പിൻവശത്തുകൂടി ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെയോടെ ഈ പ്രതിയെ കണ്ടെത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പോക്സോ കേസിലെ പ്രതിയാണ്, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണിത്. ആസാം സ്വദേശി പ്രസൻജിത്ത് ആണ് ഈ പ്രതിയുടെ പേര്. എന്തു തന്നെയായാലും പോലീസ് ഇന്നലെ രാത്രി ഈ ഒരു സംഭവം 7:30 ഈ സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ എല്ലായിടത്തും പരിശോധന നടത്തുകയായിരുന്നു. ഈ പ്രതി പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, എല്ലാ സ്റ്റേഷനുകളിലേക്കും സന്ദേശം നൽകിക്കൊണ്ടുള്ള അന്വേഷണം. അങ്ങനെ ഒടുവിലാണ് ഇന്ന് പുലർച്ചെ ആണ് ഇത്തരത്തിൽ 2:30 ശേഷമാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഉന്മേഷ്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഇന്ന് ഫ്രീഡം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. വോട്ടുകൊള്ള ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് KPCCയുടെ ഫ്രീഡം നൈറ്റ് മാർച്ച്. 14 DCCകളുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കാനാണ് KPCCയുടെ നിർദ്ദേശം. എല്ലാ ജില്ലകളിലും രാത്രി 8 മണിക്കാണ് മാർച്ച്. തിരുവനന്തപുരത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം സംസ്ഥാനത്ത് അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. കാര്യങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ, അലക്സ്? ഉന്മേഷ, രാഹുൽ ഗാന്ധിയാണ് വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ചത്. രാജ്യവ്യാപകമായി അത് ആ പ്രതിഷേധം കോൺഗ്രസും അതുപോലെ ഇന്ത്യ സഖ്യവും ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ കോൺഗ്രസ് സംസ്ഥാന തലങ്ങളിൽ വോട്ടുകൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യ പ്രകടനങ്ങൾ, പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന വ്യാപകമായി
കോൺഗ്രസ് ഇന്ന് ഫ്രീഡം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും എന്നുള്ളതാണ് തീരുമാനം. ഇതിൽ 14 DCCകളുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാത്രി 8 മണിക്കാണ് ഈ ഫ്രീഡം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ KPCC നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലകളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് ഫ്രീഡം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുക. അതിന് നേതൃത്വം നൽകുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവനന്തപുരത്താണ് നടക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വയനാടും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എറണാകുളത്തും മാർച്ചിന് നേതൃത്വം നൽകും. രമേശ് ചെന്നിത്തല ആലപ്പുഴയിലും K സുധാകരൻ കണ്ണൂരിലും മാർച്ച് നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി പ്രവർത്തകർ ഈ മാർച്ചുകളിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വിഷയത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് KPCCയുടെ ആഹ്വാനം. ശരി, അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തൃശൂരിലെ വോട്ട് ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനൊരുങ്ങിയ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ നേരത്തെ സുനിൽകുമാറിന് കത്തയച്ചിരുന്നു. ഇതിന് നേരിട്ട് മറുപടി നൽകിയതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുള്ള നീക്കം. അതിനിടെ വോട്ട് ക്രമക്കേടിൽ BJP നേതാക്കളെ വിട്ടിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഇന്ന് VS സുനിൽകുമാർ എന്തൊക്കെ തെളിവുകൾ പുറത്തുവിടും? സൂരജ്. ഉന്മേഷ്, ഇന്നലെയാണ് VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട ചില തെളിവുകളടക്കം കൈമാറിയത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽകുമാറിന് ഒരു കത്തയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിവാദങ്ങളെല്ലാം തീർപ്പാക്കി, പരാതികളെല്ലാം തീർപ്പാക്കി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം സഹിതം സുനിൽകുമാറിന് നൽകാം എന്നൊരു നിർദ്ദേശവും നൽകി. ഇതിനിടയിലാണ് സുനിൽകുമാർ ഇന്നലെ എത്തി തന്റെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൂടി കൊണ്ടുവരിക എന്ന ശ്രദ്ധ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആകട്ടെ ഈ വോട്ട് ക്രമക്കേടിൽ ആഭ്യന്തര പരിശോധനയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവർ പ്രധാനമായും ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ റിവ്യൂ നടത്തുകയാണ്. ഏതൊക്കെ ബൂത്തുകളിൽ എത്ര വോട്ടുകളുടെ കള്ളവോട്ട് നടന്നു എന്നത് സംബന്ധിച്ച് അവിടുത്തെ ബൂത്തിന്റെ ചുമതലക്കാരെ വിളിച്ചു വരുത്തി DCC നേരിട്ട് അതിനൊരു പരിശോധന നടത്തുന്നു. മറുവശത്ത് BJP സംബന്ധിച്ച് ഓരോ ദിവസവും ഇതിന്റെ ഈ വോട്ടപ്പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ പുറത്തു വരുന്നത് അവരെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് മറികടക്കുന്ന എങ്ങനെ എന്നെ സംബന്ധിച്ചുള്ള ചർച്ചകളും BJP സജീവമാണ്. ഒരുപക്ഷെ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിലടക്കം നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ചയായേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ ഇന്നും സുപ്രീം കോടതി വാദം കേൾക്കും. ഹർജിക്കാർക്ക് വാദം ഉന്നയിക്കാൻ അരമണിക്കൂർ സമയം കൂടി കോടതി അനുവദിച്ചിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജിക്കാരുടെ വാദം പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദം ഉന്നയിക്കും. ഒഴിവാക്കിയ 65 ലക്ഷം പേരുടെ പട്ടിക പുറത്തുവിടണമെന്ന് ഇന്നലെ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. നിയമവിരുദ്ധമായി നീക്കം ചെയ്തവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു വാദം. BJPയുടെ പുതിയ കോർ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. മുതിർന്ന നേതാക്കളായ K സുരേന്ദ്രനും V മുരളീധരനും യോഗത്തിൽ പങ്കെടുക്കില്ല. പുതിയ നേതൃത്വത്തിനെതിരെ BJPകളിൽ അതൃപ്തി പുകയുമ്പോഴാണ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. അസമിലും ഡൽഹിയിലും മറ്റു ചില യോഗങ്ങളുണ്ട് എന്നാണ് നേതാക്കളുടെ വിശദീകരണം. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്ന് CK പത്മനാഭനും യോഗത്തിനെത്തില്ല. ഓൺലൈൻ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടികയാണ് മുഖ്യ അജണ്ട. തൃശൂരിലടക്കം വോട്ടർ പട്ടിക വിവാദത്തെ നേരിടാനുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും ഉണ്ടായേക്കും. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ ചർച്ചയായേക്കും. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് YMC ഹാളിലാണ് യോഗം. കുവൈത്തിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് 13 പേർ മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചു. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് ഇതുവരെയായി 13 പേർ മരണമടഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിഷബാധയേറ്റ് ഇതുവരെയായി 63 പേർ ചികിത്സയിൽ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മരണമടഞ്ഞവരിൽ മുഴുവൻ പേരും ഏഷ്യക്കാരാണ്. 31 പേർ വെന്റിലേറ്ററുകൾ കഴിയുകയാണ്. 51 പേർക്ക് അടിയന്തര ഡയാലിസിസ് ആവശ്യമായി വന്നു. 21 പേർക്ക് സ്ഥിരമായ അന്ധതയോ കാഴ്ചക്കുറവോ ഉണ്ടായതായും അധികൃതർ വ്യക്തമാക്കി. വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചു. മരണമടഞ്ഞവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് എംബസിയുമായി ബന്ധപ്പെടുന്നതിന് 655 01 587
എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചതായി ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംഭവം എംബസിയുടെ ശ്രദ്ധയിൽപ്പെട്ടയുടനെ ഇന്ത്യൻ സ്ഥാനപതിയും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികൾ സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ശരിയായ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട ആശുപത്രികളുമായും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവുമായും നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും എംബസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. വി ഡി സവർക്കർക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ പരാതിക്കാരനിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന ഹർജി രാഹുൽ ഗാന്ധിയുടെ സമ്മതമില്ലാതെയാണ് അഭിഭാഷകൻ നൽകിയതെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥെ. രാഹുൽ ഗാന്ധിയോട് കൂടിയാലോചന നടത്തുകയോ അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങുകയോ ചെയ്യാതെയാണ് അഭിഭാഷകൻ കോടതിയിൽ ഹർജി നൽകിയതെന്നും ഉടൻ തന്നെ രേഖാമൂലമുള്ള പ്രസ്താവന പിൻവലിക്കുമെന്നും സുപ്രിയ പറഞ്ഞു. കർണാടകയിൽ ഓൺലൈൻ ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നീക്കം. ഓൺലൈൻ ഗെയിമുകളോടുള്ള ആസക്തി കുറയ്ക്കാൻ സെപ്റ്റംബറിൽ പുതിയ മാർഗരേഖ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഓൺലൈൻ ബെറ്റിംഗ് തട്ടിപ്പിൽ മാത്രം 347 കേസുകളാണ് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തത്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന കർഷക നേതാവ് ഗുർണം സിംഗ് ചാഡുനി. ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് ഗുർണം സിംഗ് പറഞ്ഞു. 2022 കർഷക പ്രതിഷേധത്തിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഗുർണം സിംഗ് ചാഡുനി. 40 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ പ്രശസ്ത ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറെ അറസ്റ്റ് ചെയ്ത് ഇഡി. 1 മില്യണിലധികം ഫോളോവേഴ്സുള്ള സന്ദീപ വിർഖിനെയാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. തന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി കെയർ വെബ്സൈറ്റിന്റെ മറവിൽ തട്ടിപ്പ് നടത്തി എന്നാണ് സൂചന. ഹരിയാനയിലെ ഫരീദാബാദിൽ വീഡിയോ കോൾ വഴി നഗ്ന വീഡിയോ കാണിച്ച് യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തു. ഫരീദാബാദ് സ്വദേശിയായ യുവാവിൽ നിന്ന് 1.27 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. അജ്ഞാത നമ്പറിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തത് നഗ്നയായ സ്ത്രീയുടെ ദൃശ്യം കാണിക്കുകയും കോൾ റെക്കോർഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് രീതി. സംഭവത്തിൽ രാജസ്ഥാനിലെ ഭരത്പൂർ സ്വദേശി അക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീംകോടതി ഇന്ന് രൂപീകരിച്ചേക്കും. സുപ്രീംകോടതി 4 പേരുകൾ വീതം ഇന്ന് നൽകാൻ സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനം എന്ന പേരുകൾ കോടതിയിൽ നൽകും. ചാൻസലർക്ക് വേണ്ടി അറ്റോർണി ജനറൽ കൂടി പേരുകൾ നൽകിയാൽ സെർച്ച് കമ്മിറ്റി രൂപീകരണം ഇന്നുണ്ടായേക്കും. പേരുകൾ തെരഞ്ഞെടുക്കുന്നതിന് കൂടിയാലോചനകൾ വേണമെന്നും കൂടുതൽ സമയം ആവശ്യമെങ്കിൽ ഇന്ന് കോടതിയെ അറിയിക്കാമെന്നുമായിരുന്നു അറ്റോർണി ജനറൽ ഇന്നലെ അറിയിച്ചത്. ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കോതമംഗലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1-ാം പ്രതി റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. 5 ദിവസത്തെ കസ്റ്റഡിയിൽ തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. പ്രതിപട്ടികയിൽ കൂടുതൽ പേരെ ചേർക്കുന്നതടക്കമുള്ള നടപടികൾ തെളിവെടുപ്പിന് ശേഷം തീരുമാനിക്കും. 1-ാം പ്രതിയായ റമീസിന്റെ മാതാപിതാക്കൾക്ക് പുറമെ സുഹൃത്തും പ്രതിയാകുമെന്നാണ് സൂചന. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റമീസിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. അതേസമയം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കൂടുതൽ തെളിവ് ശേഖരണം ആവശ്യം എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. അതേസമയം NIA അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. വിവാദങ്ങൾക്കിടെ BJP നേതാവും MPയുമായ C സദാനന്ദന് ഇന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകും. തലശ്ശേരിയിലും മട്ടന്നൂർ ഉരുവച്ചാലിലുമാണ് BJPയുടെ സ്വീകരണ പരിപാടികൾ. C സദാനന്ദന്റെ കാലുവെട്ടിയ കേസിൽ പ്രതികളെ ജയിലിൽ അടച്ചതിന് പിന്നാലെ ഉരുവച്ചാലിൽ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. C സദാനന്ദനെതിരെ CPIM ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി നൽകുക കൂടിയാണ് പരിപാടിയുടെ ലക്ഷ്യം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് തലശ്ശേരിയിലും ഉരുവച്ചാലിലും പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇനി വാർത്താലോകം. യുക്രൈനിൽ സമാധാനത്തിന് ശ്രമിച്ചില്ലെങ്കിൽ പുടിൻ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അലാസ്കയിൽ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സമവായത്തിന് തയ്യാറാകണം എന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് ഈവനിംഗ്. ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി പുടിന്, മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവർ ട്രംപിനോട് പറയുന്നു ആദ്യം റഷ്യൻ സംഘർഷം അത് അവസാനിപ്പിക്കണം, അതിനുശേഷം മതി ഇത്തരത്തിലുള്ള ചർച്ചകളെന്ന്. വിവരങ്ങൾ.
ഗുഡ് മോർണിംഗ് ഉന്മേഷ്, കൃഷ്ണ. യൂറോപ്യൻ ലീഡേഴ്സും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നൊരു വിർച്വൽ കോൺഫറൻസ് നടത്തിയത്. ഇതിൽ പ്രധാനമായിട്ടും യുക്രൈന് അവരുടെ പ്രദേശങ്ങൾ ഈ ഉച്ചകോടിയിലെ ചർച്ചകളിലൂടെ നഷ്ടമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഈ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ ശക്തമായ നടപടികൾ റഷ്യക്കെതിരെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അത് എന്ത് ടൈപ്പ് നടപടികളാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. വെള്ളിയാഴ്ചയാണ് അമേരിക്കയിൽ അലാസ്കയിൽ ഈ ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാകാമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ പറയുകയുണ്ടായി. അലാസ്കയിൽ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള തുടർ നടപടികൾക്കുള്ള മേശ ഒരുക്കുക എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. പുടിനുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ശരിയാവുകയാണെങ്കിൽ ഉടൻ തന്നെ അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള റെഡ് ലൈൻസ് അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പുകൾ വരയ്ക്കാനായിരുന്നു പ്രധാനമായിട്ടും യൂറോപ്യൻ ലീഡേഴ്സ് സെലൻസ്കിയെയും കൂട്ടി തിരക്കിട്ട് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇന്ന് ചർച്ചകൾ നടത്തിയത്. ഈ ഉച്ചകോടിയിൽ യുക്രൈന്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചതായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പിന്നീട് പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് സെലൻസ്കി ആയിരിക്കണമെന്നാണ് മക്രോന്റെ നിലപാട്. ഉന്മേഷ്, ക്രിസ്റ്റീന. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള പ്രധാന വാർത്തകളാണ്. ഗസയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമം തുടർന്ന് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ. ഗതാഗത മേഖലയിലും വിദേശ നിക്ഷേപം സാധ്യമാക്കി സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗൾഫിൽ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്ത ഒരു കാര്യം പലസ്തീൻ പ്രശ്നം തന്നെയാണ്. ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കുക, അങ്ങോട്ട് സഹായം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സൗദിയുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള നയതന്ത്ര ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം യാഥാർത്ഥ്യമാകുക എന്ന ലക്ഷ്യത്തോടു കൂടി സൗദി പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളുടെയും പിന്തുണ ഇതിനകം ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടു. 1967 അതിർത്തി പ്രകാരം സ്വതന്ത്ര പരമാധികാര രാജ്യമായി പലസ്തീനെ അംഗീകരിക്കണം എന്ന ഒരു നിലപാടിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങൾ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത് ഈ ഒരു വിഷയത്തിൽ. അതോടൊപ്പം തന്നെ പല രാഷ്ട്ര നേതാക്കളും കഴിഞ്ഞ ഈ ആഴ്ചയും കഴിഞ്ഞ ദിവസവും ജോർദാനിലെ രാജാവ് ഉൾപ്പെടെ സൗദി സന്ദർശിക്കുകയും വിഷയത്തിൽ ശക്തമായ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് സൗദിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് അനുവദിക്കുന്ന ആനുകൂല്യങ്ങളാണ്. നമുക്കറിയാം പല രൂപത്തിലും വലിയ പ്രയാസമുണ്ടായിരുന്ന വിദേശ നിക്ഷേപം പോളിസി ഇപ്പോൾ സൗദിയിൽ വളരെ അനായാസം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രാൻസ്പോർട്ട് മേഖലയിൽ വിദേശികൾക്ക് സൗദിയിൽ നിക്ഷേപം നടത്താനുള്ള നിയമങ്ങളെല്ലാം അതിലുണ്ടായിരുന്ന നൂലാമാലകളെല്ലാം വളരെ ലഘൂകരിച്ചിരിക്കുകയാണ്. വലിയ പ്രയാസമുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം എടുത്തു മാറ്റിയിരിക്കുകയാണ്. നേരത്തെ 10 മില്യൺ റിയാലിന്റെ ക്യാപിറ്റൽ ആവശ്യമുണ്ടായിരുന്നു. 3 വിദേശ രാജ്യങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്പനിയുള്ള വിദേശികൾക്ക് മാത്രമേ സൗദിയിൽ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് വിദേശ കമ്പനി തുടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ദിവസം എടുത്തു മാറ്റി ആ ഒരു ക്യാപിറ്റൽ വേണ്ട, വിദേശ രാജ്യങ്ങളിൽ ട്രാൻസ്പോർട്ട് കമ്പനി വേണ്ട, അവർക്ക് ഇവിടെ ഒരു കമ്പനി അനായാസം തുടങ്ങാൻ സാധിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്പനി അനായാസം തുടങ്ങാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതോടൊപ്പം നിലവിൽ സൗദിയിൽ മാനുഫാക്ചറിംഗ് മേഖലയിലോ സർവീസ് മേഖലയിലോ ട്രേഡിംഗ് മേഖലയിലോ ഒക്കെ ഇപ്പോൾ ഉള്ള കമ്പനികൾക്ക്, വിദേശ കമ്പനികൾക്ക് ട്രാൻസ്പോർട്ട് സർവീസ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഉണ്ട്. ഇനി നോക്കാം ചില അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. പട്ടിണി മൂലം ഗസയിൽ 3 കുട്ടികളടക്കം 8 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 235 ഇതിൽ 106 പേർ കുട്ടികളാണ്. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ 24 മണിക്കൂറിനിടെ 123 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ മാത്രം 33 പേർ കൊല്ലപ്പെട്ടു. പലസ്തീനികൾക്ക് നേരെ ലൈംഗിക ക്രൂരതകളെന്ന് UN. ഇസ്രയേലി തടവറകളിലെ പലസ്തീനികൾക്ക് നേരെ ലൈംഗിക പീഡനം നടന്നതിന്റെ വിശ്വാസ്യമായ തെളിവുകളുണ്ടെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വെളിപ്പെടുത്തി. ഇത് ആശങ്കയുളവാക്കുന്നതാണെന്നും ലൈംഗിക പീഡനം ഇല്ലാതാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു.
US ഇന്ത്യാനയിൽ ക്ഷേത്രത്തിന് നേരെ അതിക്രമം. ഗ്രീൻവുഡ് സിറ്റിയിലെ ബാബ് സ്വാമിനാരായൺ ക്ഷേത്രത്തിന്റെ നാമഫലകം അക്രമികൾ നശിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുദ്ധ ചുവരെഴുത്തുകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം വികൃതമാക്കിയ അക്രമികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തയ്യാറെടുപ്പിൽ രാജ്യതലസ്ഥാനം. ഡൽഹിയിൽ കനത്ത സുരക്ഷ. 10,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. നിരീക്ഷണത്തിനായി ഹൈടെക് ക്യാമറകളും അണ്ടർ വെഹിക്കിൾ സർവൈലൻസ് സിസ്റ്റവും സ്ഥാപിച്ചു. 28 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം പഞ്ചായത്ത് പ്രതിനിധികളും തിരഞ്ഞെടുത്ത 75 യുവ സാഹിത്യകാരന്മാരും പ്രത്യേക അതിഥികളാകും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായി അതീവ ജാഗ്രതയിലാണ് രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ തുടർച്ചയായി 12ാം തവണയും ത്രിവർണ്ണ പതാക ഉയർത്താനിരിക്കെ സുരക്ഷാ വലയത്തിലാണ് ചെങ്കോട്ടയും പരിസരവും. 10,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും 3000 ട്രാഫിക് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. FRS, ANPR ക്യാമറകൾ എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് നിരീക്ഷണത്തിനു പുറമെ ഇത്തവണ ആദ്യമായി ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള 5 പാർക്കിംഗ് ഏരിയകളിൽ സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ എന്നിവ പരിശോധിക്കാൻ അണ്ടർ വെഹിക്കിൾ സർവൈലൻസ് സിസ്റ്റം ഉപയോഗിക്കും. അതിർത്തിയിലും വിമാനത്താവളങ്ങളിലും തന്ത്രപ്രധാനമായ ഇടങ്ങളിലും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തി. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 200ഓളം പഞ്ചായത്ത് ഭാരവാഹികളും മലയാളിയായ JS അനന്തകൃഷ്ണനടക്കം തെരഞ്ഞെടുത്ത 75 ഇന്ത്യൻ യുവ സാഹിത്യകാരന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. 24 ഡൽഹി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ബാൻഡ് മേളം ഒരുക്കി ഇന്ത്യൻ നേവി. പലയിടങ്ങളിലായി പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാവുന്ന രീതിയിലാണ് പരിപാടി. അപൂർവമായി കാണാൻ കഴിയുന്ന ഇന്ത്യൻ നേവിയുടെ പട്ടാള ചിട്ടയോടെയുള്ള ബാൻഡ് മേളം കാണാനെത്തിയത് നിരവധി പേരാണ്. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഇന്ത്യൻ നേവി ഒരുക്കിയിരിക്കുന്നത്. നേവി ബാൻഡോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ മുതൽ INS വിക്രാന്ത്, സൗഹൃദം, മാതൃരാജ്യം തുടങ്ങി ഞാൻ ജാക്സൺ അല്ലട വരെ ബാൻഡിൽ ഇടം പിടിച്ചു. എറണാകുളം ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാൾ, പയ്യന്നൂർ, ഫോർട്ട് കൊച്ചി തുടങ്ങിയ ഇടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുജനങ്ങൾക്ക് സൗജന്യമായി ബാൻഡുമേളം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് പരിപാടി ഒരുക്കിയിരുന്നത്. കൊച്ചി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കായി അതീവ ജാഗ്രതയിലാണ് രാജ്യം. രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കാനിരിക്കുന്നു, വലിയ സുരക്ഷയിൽ ഡൽഹി. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. രാജ്യം നാളെ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. വലിയ ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രാജ്യ തലസ്ഥാനത്ത് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിഹേഴ്സലുകൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ തെരുവുകൾ തോറും ഈ ത്രിവർണ്ണ നിറമുള്ള ബൾബുകളും ത്രിവർണ്ണ പതാകകളാലും അലങ്കരിച്ചിരിക്കുകയാണ്. അതേസമയം പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത രാജ്യത്ത് പുലർത്തുന്നു. പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും അതിർത്തി പ്രദേശങ്ങളിലും കൂടാതെ തന്ത്രപ്രധാനമായ ഇടങ്ങളിലും എല്ലാം തന്നെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷം നടക്കുന്ന ചെങ്കോട്ടയിലും പരിസരത്തുമായി ഏതാണ്ട് 10,000-ഓളം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 3000-ഓളം ട്രാഫിക് പോലീസുകാരെയും ഈ സമയത്തുള്ള ട്രാഫിക് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി വിന്യസിച്ചിട്ടുണ്ട്. ഈ
ഡൽഹി പോലീസിനെ കൂടാതെ തന്നെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ, സൈന്യം അടക്കമുള്ളവരും വിവിധ ഇടങ്ങളിലായി സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നു. ഇത്തവണ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ AI ക്യാമറകൾ അടക്കമുള്ള നിരീക്ഷണ സംവിധാനത്തിന് പുറമെ വാഹനങ്ങൾക്കടിയിൽ ആയുധങ്ങളോ ബോംബുകളോ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രത്യേക സ്കാനറുകളും ആദ്യമായി ചെങ്കോട്ടയ്ക്ക് പരിസരത്തുള്ള 5 പാർക്കിംഗ് ഏരിയകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധനകൾ നടക്കും. നാളെ രാവിലെ 7:30 സ്വാതന്ത്ര്യ ദിന ആഘോഷം ഔപചാരികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാകും. കഴിഞ്ഞ 11 വർഷവും പ്രധാനമന്ത്രി തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിൽ എന്ത് പ്രഖ്യാപനമാകും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വാതന്ത്ര്യദിന സന്ദേശം രാജ്യത്തിന് നൽകും. ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിന് വിവിധ പഞ്ചായത്ത് തലത്തിലുള്ള പ്രതിനിധികളെ അടക്കം ഏതാണ്ട് 200ഓളം പ്രതിനിധികളെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ക്ഷണിച്ചിട്ടുണ്ട്. യുവ സാഹിത്യകാരന്മാർ 75 പേരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത അതിഥികൾക്ക് പ്രത്യേക ക്ഷണവും ഇത്തവണ സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ചുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിലെ കാഞ്ചു മാർഗിൽ കാറിനടിയിൽപ്പെട്ട് 3 വയസ്സുകാരന് ഗുരുതര പരിക്ക്. തിങ്കളാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കളിക്കുന്നതിനിടെ താമസ സ്ഥലത്തിന് താഴെയാണ് ഈ അപകടമുണ്ടായത്. വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ അബദ്ധത്തിൽ കുട്ടിയിടിക്കുകയായിരുന്നു. 5 സെക്കൻഡോളം കുട്ടിയുടെ ദേഹത്ത് കാറിന്റെ ടയർ നിന്നു. പിന്നീട് കാർ പിന്നോട്ടെടുത്താണ് കുട്ടിയെ രക്ഷിച്ചത്. മുംബൈയിൽ ആശുപത്രിയിൽ ഇപ്പോൾ കുഞ്ഞ് ചികിത്സയിലാണ്. സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നിപ്പയെ തുടർന്ന് അബോധാവസ്ഥയിലായ ടിറ്റോ തോമസിന്റെ കുടുംബം. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയും കുടുംബം പങ്കുവച്ചു. നിപ എൻസെഫലൈറ്റിസ് ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് ആരോഗ്യ പ്രവർത്തകനായ ടിറ്റോ തോമസ്. പരിചരിച്ച രോഗിയിൽ നിന്ന് നിപ പകർന്നു. കഴിഞ്ഞ 20 മാസവും 5 ദിവസവുമായി അബോധാവസ്ഥയിലാണ് ടിറ്റോ തോമസ്. ഇതേ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ടിറ്റോ അന്ന് ജോലി ചെയ്തത്. നൽകാവുന്ന ഏറ്റവും നല്ല ചികിത്സ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവന്റെ ശബ്ദമൊന്നു കേൾക്കാൻ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു. തുടർ ചികിത്സയ്ക്കായി മറ്റെവിടെയെങ്കിലും മാറ്റണമെന്നാണ് കുടുംബം ആഗ്രഹിക്കുന്നത്. സർക്കാരിന്റെ ധനസഹായമായ 17 ലക്ഷം രൂപ അതിന് തുണയാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ 8-12-2023 3 മണിക്ക് ഞങ്ങളോട് മിണ്ടി 4 മണിക്ക് ഇവൻ്റെ കോമസ്ഥിതി പോയ കുഞ്ഞ് ഇന്ന് 2025 ആയി. ഇന്ന് വരെ അവൻ അപ്പാന്ന് അമ്മയെന്നത് വിളി വിളിച്ചിട്ടില്ല. നമുക്കൊരു നല്ല ചികിത്സ കിട്ടുമെന്നായെങ്കിൽ അതിന് പണം വേണം. അന്നേരം നമുക്ക് അത് ഉപയോഗിക്കാം. എങ്കിൽ സർക്കാർ നമുക്ക് അത്രയും തന്നത് ഞങ്ങളുടെ ഒരു മനസ്സിലും മാതാപിതാവും ഒരു സഹോദരൻ എന്നുള്ള ഇതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മംഗലാപുരം സ്വദേശിയാണ് ടിറ്റോ. 2023 ഏപ്രിൽ 23 സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി എത്തുന്നത്. മകന്റെ കാര്യങ്ങൾ നോക്കി അച്ഛനും അമ്മയും കഴിഞ്ഞ 20 മാസമായി ആശുപത്രിയിൽ തന്നെയുണ്ട്. 24 കോഴിക്കോട്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഇന്നാണ്. വി രാഗേഷും സജി നന്ദ്യാട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക. സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കും. രാവിലെ 10:00 ജനറൽ ബോഡി യോഗത്തിന് ശേഷം വോട്ടിംഗ് ആരംഭിച്ച് വൈകുന്നേരത്തോടെ ഫലം പ്രഖ്യാപിക്കും. അതേസമയം കോടതിയിൽ നിന്നുള്ള തിരിച്ചടിക്ക് പിന്നാലെ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു രംഗത്തെത്തി. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, കോടതിയാണെന്ന സാന്ദ്രയുടെ പരാമർശത്തിലാണ് പ്രതികരണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, വെരി ഗുഡ് മോർണിംഗ്. നിരവധി പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, തർക്കങ്ങൾ, കോടതി കയറ്റം, ഇതിനൊക്കെ ഇടയിലാണല്ലോ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങൾ.
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ വാഗ്വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വേദിയായിരുന്നു സിനിമാ സംഘടനകളിലെ ഓരോ തെരഞ്ഞെടുപ്പ്. അതിന് നിർമ്മാതാക്കളുടെ സംഘടന, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തെരഞ്ഞെടുപ്പിനും അത് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക, സൂക്ഷ്മ പരിശോധനാ വേളയിലെ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സാന്ദ്ര തോമസിന്റെ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളുന്നു, പിന്നാലെ വാദപ്രതിവാദങ്ങൾ, അത് കുറച്ചുകൂടെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇന്ന് ജനറൽ ബോഡി യോഗം കൊച്ചി പുല്ലേപ്പടിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ 10:30 ആരംഭിക്കും. അജണ്ടയുടെ എല്ലാ അജണ്ടകളും പൂർത്തീകരിച്ച ശേഷം 2:30 കൂടിയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിക്കുക. 5 മണിയോടുകൂടി വോട്ടെണ്ണൽ നടക്കും. 8 മണിയോടുകൂടി വാർത്താ സമ്മേളനം. അങ്ങനെയാണ് വ്യക്തമായത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സജി നന്ദിയാട്ടും നിലവിലെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബി രാഗേഷാണ്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 3 പേരായിരിക്കും മത്സരരംഗത്തുള്ളത്. കല്ലിയൂർ ശശി, സംവിധായകൻ വിനയൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. ട്രഷറർ സ്ഥാനത്തേക്ക് NP സുബൈറും സജി നന്ദിയാട്ടും മത്സരിക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോൾ അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട്. 3 വനിതകളാണ്, സാന്ദ്ര തോമസ് ഉൾപ്പെടെ 3 വനിതകളായിരിക്കും മത്സരിക്കുക. ഇതിനിടയിൽ തന്നെ സാന്ദ്ര തോമസ്, ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ സാന്ദ്ര തോമസിനെതിരെ വീണ്ടും വിജയ് ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കോടതി വിധി മാനിക്കുന്നു, ആദ്യഘട്ടത്തിൽ കോടതിയിൽ പോയി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് താൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ സാന്ദ്രയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു: വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല സംഘടനാ ബൈലോ, കോടതി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നതായിരുന്നു വിജയ് ബാബു വ്യക്തമാക്കിയത്. അതിനെതിരെ YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. അബ്കാരി കേസിൽ കണ്ടുകെട്ടിയ വാഹനം പൊതുഭരണ വകുപ്പിന്റെ ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിനായി സൗജന്യമായി അനുവദിച്ച സർക്കാർ ഉത്തരവ്. കേരള അബ്കാരി ചട്ടപ്രകാരമാണ് കണ്ടുകെട്ടിയ വാഹനം മറ്റൊരു സർക്കാർ വകുപ്പിന് സൗജന്യമായി അനുവദിക്കുന്നതെന്ന് നികുതി വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇത്തരത്തിൽ വാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അത് ഏതെങ്കിലും തരത്തിൽ വിവാദമായിട്ടുണ്ടോ? അലക്സ്, ഗുഡ് മോർണിംഗ്. ഉന്മേഷ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഉന്മേഷ, അതത്ര പരിചിതമല്ല ഇത്തരത്തിലൊരു ഉത്തരവെന്നുള്ളതാണ്. നിയമവശങ്ങളൊക്കെ ഈ നികുതി വകുപ്പിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കഥ ഇങ്ങനെയാണ്: സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൻ്റെ ടാറ്റ സുമോ വാഹനം നിലവിൽ 14 വർഷത്തിലധികം പഴക്കമുള്ളതും 2026 മാർച്ച് 24 വരെ മാത്രം ഫിറ്റ്നസ് ഉള്ളതുമാണ്. ഈ വാഹനത്തിൽ ഉദ്യോഗസ്ഥർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആ വാഹനം തുരുമ്പെടുത്ത് പഴകിയ നിലയിലുമാണ് എന്നീ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് പുതിയൊരു തീരുമാനം നികുതി വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത്. അബ്കാരി കേസിൽ കണ്ടുകെട്ടിയ കാറ് അത് പൊതുഭരണ വകുപ്പിന്റെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിനായി സൗജന്യമായി അനുവദിച്ചിരിക്കുകയാണ് നികുതി വകുപ്പ്. തൃശ്ശൂരിലെ പഴയന്നൂർ പോലീസ് 2020 രജിസ്റ്റർ ചെയ്ത അബ്കാരി കേസിൽ ഉൾപ്പെട്ട റിനോൾട്ട് ക്യാപ്ചർ കാർ മോഡൽ 2019 മോഡൽ വാഹനമാണ് സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിനായി സൗജന്യമായി അനുവദിച്ചിരിക്കുന്നത്. കേരള അബ്കാരി ചട്ടം 23 പ്രകാരമാണ് കണ്ടുകെട്ടിയ വാഹനം മറ്റൊരു സർക്കാർ വകുപ്പിന് സൗജന്യമായി അനുവദിക്കുന്നതെന്ന് നികുതി വകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷ്. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.